കേരളം എന്ന ഈ നാട് വാസ്തവത്തിൽ എന്താണ്, എങ്ങനെയാണ് എന്നതിനെ കുറിച്ച് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കേരളം രൂപീകൃതമാവുന്ന കാലത്ത് ജാതിയും മതവും ജന്മിത്വവും എല്ലാം കൂടിക്കൊഴഞ്ഞു നിൽക്കുന്ന ഒരു നാടായിരുന്നു. നമുക്കറിയാം, കേരളത്തിന് ഈ അറബ് നാടുകളെ പോലെ കുഴിച്ചെടുക്കാൻ ഒന്നുമില്ല. കുഴിച്ചെടുക്കാൻ എണ്ണയില്ല, സ്വർണമില്ല, ഒന്നുമില്ല. കേരളീയർക്ക് വേണ്ട ഭക്ഷണം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനമില്ല. ഇവിടെ ആവശ്യമുള്ളതിനേക്കാളും വളരെ കുറച്ചാണ് കൃഷിയിടങ്ങൾ ഉള്ളത്. അങ്ങനെ നമുക്ക് ഭക്ഷിക്കാനുള്ള ഭക്ഷ്യവസ്തുക്കളില്ലാത്തൊരു നാട്, എല്ലാ തരത്തിലുള്ള അനാചാരങ്ങളും വേർതിരിവുകളും അകൽച്ചകളും നടമാടിയിരുന്നൊരു നാട്. 56-ൽ കേരളം ഉണ്ടായതിനു ശേഷം അത് ഉണ്ടാവുന്ന ഒരു കാലത്ത് നിന്ന് ഇന്നത്തെ ഒരു കാലത്തിലേക്കുള്ള കേരളത്തിന്റെ സഞ്ചാരങ്ങൾ എന്തൊക്കെയാണ് എന്നാലോചിക്കുക. കേരളം ഇന്ത്യയിലെ മറ്റേത് സംസ്ഥാനങ്ങളെക്കാളും എന്ന് മാത്രമല്ല, ലോകത്തുള്ള പല നാടുകളുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ പല കാര്യങ്ങളും ഇല്ലാത്തൊരു സാഹചര്യത്തെ അഭിമുഖീകരിച്ചുകൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏതാണ്ട് 5 കൊല്ലം കൂടുമ്പോൾ സർക്കാരുകൾ മാറി മാറി വന്നു. അപ്പൊ തന്നെ നമ്മൾ കണ്ടു കാണും, ഭൂപരിഷ്കരണം നടപ്പാക്കി. പിന്നെ വന്ന ഗവൺമെന്റ് അതിന്റെ അന്തസത്ത ചോർത്തി കളഞ്ഞു. സാക്ഷരതാ പ്രസ്ഥാനം വലിയൊരു മൂവ്മെന്റായി. തൊട്ടടുത്ത് വന്ന സർക്കാർ ആ സാക്ഷരതാ പ്രസ്ഥാനത്തെ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഗവൺമെന്റുകൾ മാറി മാറി വരുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം, മുൻകാലത്ത് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നേട്ടങ്ങളെ ഇല്ലായ്മ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ അധികാര വികേന്ദ്രീകരണം വന്നു, ഗ്രാമ സ്വരാജ് പഞ്ചായത്തുകൾ. അപ്പോൾ തൊട്ടടുത്ത് ഗവൺമെന്റിന്റെ ഒരു കാലമാകുമ്പോഴേക്കും ഇതിന്റെ അന്തസ്സത്തെ മുഴുവൻ ചോർത്തി കളഞ്ഞ് വേറൊന്നായി തീർന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ കേരളം ക്രമേണ മുന്നോട്ട് തന്നെ നീങ്ങിയൊരു കാലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇല്ലായ്മകളെല്ലാം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇപ്പോഴും കുഴിച്ചെടുക്കാൻ എണ്ണയില്ല, കുഴിച്ചെടുക്കാൻ സ്വർണമില്ല, ഇതൊന്നുമില്ല. നമുക്ക് കൃഷിയിടത്തിന്റെ വിസ്തൃതി വളരെയേറെ വർദ്ധിച്ചിട്ടൊന്നുമില്ല. അവിടെയെല്ലാം പാർപ്പിടങ്ങൾ വന്നു, ജനങ്ങൾ കൂട്ടായിട്ട് താമസിക്കാൻ തുടങ്ങി, വീടുകളുടെ എണ്ണം ക്രമാതീതമായി എന്നതിന് ദോഷം വന്ന് കൃഷിയിടങ്ങൾക്കാണ്. അങ്ങനെയൊക്കെ വന്നിട്ടും കേരളം പക്ഷേ പട്ടിണി കിടക്കാത്തൊരു നാടായിട്ട് വന്നു. ഏത് ജനങ്ങൾക്ക് കയറിക്കിടക്കാൻ ഇടമുള്ളൊരു നാട്, വീട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ചുമതലയാണ് എന്ന് തീരുമാനിച്ചൊരു നാടാണ് ഈ കേരളം. അത് നിസ്സാരമായ സംഗതിയല്ല. കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളത് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഏത് സംസ്ഥാനത്ത് നോക്കിയാലും നമ്മൾ കാണും, കാലത്ത് മുതൽ വൈകുന്നേരം വരെ റോഡിൽ പലവിധ ജോലിക്കുമായിട്ട് പോകുന്ന കൊച്ചു കുട്ടികളെ കാണാം. കേരളത്തിൽ കാണാൻ പറ്റില്ല. കേരളത്തിൽ കുട്ടികളെ കാണുന്നത് സ്കൂളുകളിൽ വണ്ടി കയറി സ്കൂളുകളിലേക്ക് പോകുന്ന കുട്ടികളെയാണ്. കുട്ടികളൊക്കെ പഠിക്കുന്നു. അത് വിദ്യാഭ്യാസത്തിന്റെ നിലവാര ക്രമേണ കൂടിക്കൂടി വരുന്നു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു കേരളമാണ് ഇപ്പം നമ്മുടെ മുമ്പിലുള്ളത്. എന്ന് പറഞ്ഞ കേരളത്തിന് യഥാർത്ഥത്തിൽ ഉള്ള ഒരു ഭൗതിക അവസ്ഥയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതല്ല, നേരെ മറിച്ച് ഇല്ലാത്തതിനെ കയ്യെത്തി പിടിക്കാൻ കേരളത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. കേരളത്തിൽ നിന്ന് മറുനാടുകളിലേക്ക്, മറ്റു രാജ്യങ്ങളിലേക്ക് പോയി തൊഴിലെടുത്ത് കൊണ്ടുവന്നവർ ഉൾപ്പെടെ ഈ നാട്ടിലേക്ക് എല്ലാം കൂട്ടിവെച്ച്, എല്ലാം കൂട്ടിവെച്ച് ഈ നാടിനെ നന്നാക്കി, ഈ ഭാഷയെ നന്നാക്കി, ഈ സംസ്കാരത്തെ വിപുലീകൃതമാക്കി. അങ്ങനെ ഒരു വലിയ മാറ്റം കേരളത്തിൽ വന്നു. കഴിഞ്ഞ 10 കൊല്ലത്തെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ പറയാൻ പറ്റുന്നൊരു പ്രധാനമായ സംഗതി, നാളെയെക്കുറിച്ച് നമുക്കൊരു ഉറപ്പും പ്രതീക്ഷയും ഉണ്ടായി എന്നുള്ളതാണ്. എല്ലാം നശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു അവസ്ഥയിൽ നിന്ന് മാറി ഏത് കെടുതിയെയും നമുക്ക് മറികടക്കാൻ പറ്റും. മനുഷ്യരുണ്ടാക്കുന്നതായാലും പ്രകൃതി ഉണ്ടാക്കുന്നതായാലും എല്ലാ ദോഷങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും ഒരു ജനത എന്ന നിലയ്ക്ക് എന്നൊരു പ്രതീക്ഷ തന്നൊരു കാലമാണ്. നല്ല വിദ്യാലയങ്ങൾ വന്നു, നല്ല ആശുപത്രികൾ വന്നു, ആയുസ് വർദ്ധിച്ചു, മലയാളിയുടെ ആയുസ് വർദ്ധിച്ചു. റിട്ടയർ ചെയ്യുന്ന ആൾക്കാരെ ഒരു 25 കൊല്ലം മുമ്പോ 50 കൊല്ലം മുമ്പോ കാണുമ്പോൾ നമുക്കറിയാം, നേരെ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം പോകുന്നത് നേരെ നമ്മുടെ കട്ടിലേക്കാണ്, മരണശൈലിയിലേക്കാണ്.
ആ സ്ഥിതി മാറി. ഇന്ന് റിട്ടയർ ചെയ്തു വരുന്ന ആൾക്കാരെല്ലാം യുവാക്കളെ പോലെ നാട് മുഴുവൻ ഓടി നടക്കുകയാണ്. ആയുർദൈർഘ്യം, മനുഷ്യരുടെ ആരോഗ്യ നിലവാരത്തിൽ ഉണ്ടായ മാറ്റം, വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ മാറ്റം, കേരളത്തിന്റെ പരിസ്ഥിതിയിൽ വന്നൊരു മാറ്റം, ഈ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയ്ക്ക് അതിന് എത്രയോ മുമ്പ്, ദശാബ്ദങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ ജലാശയങ്ങളെ മുഴുവൻ വീണ്ടെടുത്തു. എത്രയോ പുഴകളെ, മണ്ണടിഞ്ഞു പോയ പുഴകളെ വീണ്ടെടുത്തു, കുളങ്ങളെ വീണ്ടെടുത്തു. മാലിന്യത്തിന്റെ കേന്ദ്രമായിരുന്ന നമ്മുടെ ജലാശയങ്ങൾ മുഴുവൻ ശുദ്ധീകരിച്ചു. കേരളത്തിന്റെ പ്രകൃതിയിൽ വന്നൊരു മാറ്റം, നല്ല വായുവും നല്ല ജലവും കേരളത്തിൽ ഉണ്ടാകുന്ന സ്ഥിതി വന്നു. ഇങ്ങനെയുള്ള വലിയ മാറ്റം, നേരത്തെ പറഞ്ഞതുപോലെ നാളെയെക്കുറിച്ചുള്ള ഒരു ഉറപ്പ് കേരളത്തിലുണ്ടായി. നമുക്ക് നാളെയെക്കുറിച്ച് ചിന്തിക്കാം. നാളെ വെച്ച് നമുക്ക് ഇന്ന് പ്ലാൻ ചെയ്യാൻ പറ്റും. സർക്കാരുകൾക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ 31-ൽ എന്ത്, 51-ൽ എന്ത് എന്ന് കേരളത്തിൽ വിഭാവനം ചെയ്യാൻ കഴിയുമാറ് ഭാവിയെ നമ്മൾ വരുതിയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ ചെയ്തൊരു സംഗതി. ജനങ്ങൾക്ക് വേണ്ടിയാണ് സർക്കാർ എന്നൊരു തീരുമാനം വന്നു. ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരിലേക്ക് വരെ സർക്കാരിൻ്റെയും സമൂഹത്തിൻ്റെയും ശ്രദ്ധ വന്നു. നിരാലംബരെ ആലംബമുള്ളവരാക്കി തീർത്തു. അങ്ങനെയുള്ള വലിയ മാറ്റത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു നെറുകയിലാണ് ഇന്ന് കേരളം നിൽക്കുന്നത്. നമ്പർ വൺ എന്ന് ഓരോ കണക്ക് വെച്ചും ഇന്ത്യ ഗവൺമെന്റ് പറയുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ അങ്ങനെ എത്തിച്ചേരാൻ വേണ്ടി ജനങ്ങൾ ഒന്നിച്ച് നടത്തിയ ഒരു വലിയ പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ്. കേരളം മുന്നോട്ടാണ്, കേരളം വളരുകയാണ്, പശ്ചിമഘട്ടങ്ങളെ കടന്നും കേരളം വളരുന്നു എന്ന കവിയുടെ സ്വപ്നം നടപ്പിലാക്കുന്ന ഒരു കാലത്താണ് നമുക്ക് ജീവിക്കാൻ കഴിയുന്നത് എന്ന സന്തോഷകരമായ സംഗതിയാണ്.